അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ പോലീസിലെ ആളുകൾ അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ. അതിന്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതായി ഉണ്ടായി. പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങളുണ്ട്. ആ തെളിവുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥത്തില് അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പലരും തെളിവുകളുമായിട്ട് വരുന്നവരാണ്. അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നത്. മാധ്യമങ്ങളെ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഭാഗമായല്ല അന്വേഷണ ഉദ്യോഗസ്ഥ നിലപാടുകൾ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ മുന്നിൽ വരുന്ന തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തെ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നില്ലേ. ഇപ്പോ ഒരു നിലപാട് വന്നു, ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടായിരിക്കുന്നത്. കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിന്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനാവും. ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ.